യമഹായുടെ ലൈനപ്പിൽ ശരിക്കും അണ്ടർറേറ്റഡ് ആയി പോയ ഒരു ബൈക്കാണ് യമഹായുടെ FZ25. ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ശരിക്കും അണ്ടർറേറ്റഡ് ആണ്. 250cc നല്ല ടോർക്കി എഞ്ചിനാണെങ്കിലും സിക്സ്ത് ഗിയറിന്റെ കുറവും മറ്റു ഫീച്ചേഴ്സിന്റെ കുറവും കാരണം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കമ്പയർ ചെയ്യുമ്പോൾ ഇവന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന NS200 200cc ബൈക്കാണെങ്കിലും VFM ആയിരുന്നു. പിന്നെ യമഹായുടെ തന്നെ ബൈക്ക് വാങ്ങുന്നവർ MT15 അല്ലെങ്കിൽ R15ലേക്ക് മാറിപ്പോകും. അങ്ങനെ സെയിൽസ് കുറഞ്ഞ് ഡിസ്കണ്ടിന്യൂഡ് ആയി. ഇനി FZ25ന്റെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് പറയാം. മറ്റ് 250cc നോക്കുമ്പോൾ പവർ കുറവാണെങ്കിലും ഇവന്റെ 250cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ മിഡ് റേഞ്ച് പെർഫോമൻസിന് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഹൈവേയിലും സിറ്റി റൈഡിങ്ങിനും നല്ല പിക്കപ്പ് ആണ് തരുന്നത്. പിന്നെ യമഹായുടെ ഒരു ജാപ്പനീസ് റിലയബിലിറ്റി ഉണ്ട്. പിന്നെ ഓയിൽ ചേഞ്ച് പോലെ ബേസിക് മെയിൻ്റനൻസ് മതി. പിന്നെ 250cc എഞ്ചിൻ ആണെങ്കിലും 43 km/ലിറ്റർ മൈലേജ് ആവറേജ് കിട്ടും. ഇവന്റെ കുറച്ച് നെഗറ്റീവ് പറയാം. ഫ്ലിപ്പർ ക്ലച്ച് ഇല്ല. R15 MT15 വെച്ച് നോക്കിയാൽ ഇനിഷ്യൽ പുള്ളിംഗ് ഉണ്ടെങ്കിലും ടോപ്പ് എൻഡ് ഇല്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഹെഡ്ലൈറ്റിന് വിസിബിലിറ്റി കുറവാണ്. ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എന്തിനും മീറ്റർ ക്ലസ്റ്ററിൽ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലും ഇല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും യമഹ FZ25 ശരിക്കും നല്ലൊരു ഓൾറൗണ്ടർ ബൈക്കാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയുക.